ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താ പറയോ, ഓപ്പണായിട്ട് പറയല്ലോ, റൊട്ടികടി മിഠായി ഇങ്ങനെ റൊട്ടികടി ഒരു മാറ്റമില്ല, പഴയ കോലം പഴയ കള്ളത്തരം. സദ്യ കഴിച്ചിട്ട് എവിടെയെങ്കിലും എല്ലാം ഇഷ്ടമാണ്. മത്തടിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. സദ്യയുടെ കാര്യം പറഞ്ഞാൽ വയലുള്ള വരുന്നു. പക്ഷെ അടപ്പായസം അതിന് ഞാൻ ചെവിപ്പായസം എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ലൈക്ക് ഈ ഒരു ടെക്സ്ചർ. വെള്ളപ്പായസം ഇഷ്ടം, ചെവിപ്പായസമാണ് എനിക്ക് വേണ്ട. അങ്ങനെ പറയും. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 പറമ്പുകളെല്ലാം പോയി നാട്ടുകാരുടെ ചീത്തയും കേട്ട് പൂക്കൾ പറിച്ച് രാവിലെ പോവും. നമ്മൾ 8 മണിക്ക് പോവാന്ന് പറഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാർ 7 മണിക്ക് പോയിട്ടുണ്ടാവും. ചില ആൾക്കാർ ചതിയന്മാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പിന്നെ കുട്ടിയും കോലും കളിക്കുമ്പം ഈ കമ്പ് വന്നിട്ട് കൊണ്ട് കീറിപ്പോയി. ഇത് ഫസ്റ്റ് ഡേ ആണല്ലോ, ഓണത്തിന്റെ അന്ന് ഇട്ട് തന്നതാ. എനിക്ക് ടെൻഷനായിട്ട് പോയി. ഞാനിത് എങ്ങനെയൊക്കെയോ ഊരി, സിബാണ് ബാക്കില്, സിബ് ഊരി ഞാൻ കൊണ്ടുപോയി കമത്തിട്ടു. പൂക്കളൊക്കെ ഇതിലേക്ക് വെച്ച് പുറകിൽ സൈക്കിളില് തേങ്ങയാണ്. അപ്പൊ 2 സൈഡിലും വെള്ളം കെട്ടിക്കുക. നേരെ ഇങ്ങനെ ഊന്ന് പറഞ്ഞു നേരെ പോയി വീണ കണ്ടത്തിലേക്കാ. ഒരു വേദനിക്കുന്ന ഓർമ്മയായിരുന്നു. അന്ന് എന്റെ ചെരുപ്പൊക്കെ പൊട്ടി. അന്ന് എന്നെ അമ്മ നല്ല പഴമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TV ചാനലിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ള താരങ്ങളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ വരിക, അവരുടെ ഓണവിശേഷങ്ങൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വളർന്ന് ഞാനൊരു മാധ്യമപ്രവർത്തകയായപ്പോൾ ഞാൻ ഇതേപോലെ ഇൻഡസ്ട്രിയിലുള്ള ഓരോരുത്തരുടെ ഓണവിശേഷങ്ങൾക്ക് വേണ്ടി ഞാൻ എത്തി നിൽക്കുവാണ്. അപ്പോൾ ഞാനയുടെ കൂടെ ഇന്ന് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ഗുണ്ടജയൻ 2018 തുടങ്ങിയ സിനിമകളിലൊക്കെ അത്യാവശ്യം പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള നയന പ്രസാദാണ്. താങ്ക് യു സോ മച്ച്. നയനോട് സുഹൃത്തു കൂടെയാണ്. അപ്പോൾ നമ്മൾ കുറെ ആയി കണ്ടിട്ട്, അപ്പോൾ നല്ല ഓണ കോസ്റ്റ്യൂമിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇപ്പൊ ജോലി എന്തോ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഓണ വെക്കേഷൻ ഒക്കെയാണ്. അതെ, ഞാനിപ്പം ഒരു കോളേജിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ബിന്ദു വിളിച്ചതുകൊണ്ട് ഒരു ഓണം ഇന്റർവ്യൂ. ഓക്കെ. എന്തായാലും ഞാനയുടെ ആദ്യത്തെ ഒരു ഓണം ഇന്റർവ്യൂസ് ഒക്കെയാണ്. അത് നയനയിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നയനോട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഓണം മെമ്മറീസ് ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര നാട്ടുമ്പുറത്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പൂ പറിക്കാനൊക്കെ പുലർച്ചെ പോയിട്ട് അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ജനിച്ചു വളർന്നവരാണല്ലോ. അപ്പം നയനയുടെ മനസ്സിൽ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഓണം എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ ചെറുതായിരുന്നപ്പോൾ എനിക്ക് 2 സിസ്റ്റേഴ്സാണുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് പറമ്പുകളെല്ലാം പോയി നാട്ടുകാരുടെ ചീത്തയും കേട്ട് പൂക്കൾ പറിച്ച്. നാട്ടുപുറത്ത് വളർന്നുള്ള എല്ലാവർക്കും അതെ, ചില ആൾക്കാരുടെ വീടിന്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന പൂക്കളായിരിക്കും ചെമ്പരത്തി. അപ്പൊ ചിലപ്പോ അവര് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പോയി നൈസായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അത് പറിച്ച് വീട്ടില്. കാര്യം ഓരോ ദിവസം കഴിയും തോറും ഇന്ന് ഒരു കളറ്, അത്തം മുതൽ ഒരു കളറ്, 2 കളറ്, 3 കളറ്, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ എക്സ്ട്രാ നാളെ എവിടെ ഉണ്ടാവുക, ആ ഒരു കളർ എവിടെ ഉണ്ടാവുക, ആ ഒരു എക്സ്ട്രാ ഉള്ള ആ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഭയങ്കര ഉണ്ടാവും. ചിലപ്പോൾ ഒരു അവസാനമൊക്കെ എത്തിക്കുമ്പോൾ കൂടെയുള്ളവർ പോലും ഉണ്ടാവില്ല. വേണമല്ലോ. അപ്പോൾ ചിലപ്പം അതിരാവിലെ പോവും. നമ്മൾ 8 മണിക്ക് പോവാന്ന് പറഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാർ 7 മണിക്ക് പോയിട്ടുണ്ടാവും. ചില ആൾക്കാർ ചതിയന്മാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ചില ആൾക്കാർ തലേദിവസേ പറിച്ചു വെക്കുന്നുണ്ടാവും. പിന്നെ വീട്ടുകാരൊക്കെ അതിന് മുന്നേ പറിച്ചു വെക്കുന്നുണ്ടാവും. അങ്ങനെ അപ്പം എൻ്റെ ഒക്കെ തന്നെ ചേച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഓണപ്പാട്ടൊക്കെ പാടിയിട്ടാണ് രാവിലെ പൂപ്പറിക്കാൻ പോകുന്നത്. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നാട്ടുമ്പോഴാണല്ലോ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വരും എന്നുള്ളതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഒരു ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മളുടെ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്തുള്ള ഫ്രണ്ട്സും അതേപോലെ അയൽവക്കത്തുള്ള കുട്ടികളും ഒക്കെ ആയിട്ട്, പിന്നെ മെയിൻലി എക്സാമിന് പോകുമ്പം എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പം ഉച്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതൊക്കെ കളക്ട് ചെയ്യും. പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടുത്ത ട്രിപ്പ് പോവുക. ഓരോ ദിവസം കഴിയും തോറും ഓരോ കളറ് കൂടുതൽ എന്നുള്ള രീതിയിലാണ്.
അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകും. അവസാനം വരുമ്പോൾ അവരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കൊക്കെ പോയി. പിന്നെ ഒരു ചതിയന്മാരൊക്കെ വന്ന് ഒരു 9 എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പുറത്തുനിന്ന് പൂക്കൾ വാങ്ങും. 9-10 നമ്മൾ പുറത്തുനിന്ന് പൂക്കൾ വാങ്ങി. കാര്യം അത്രയും എമൗണ്ട് ഓഫ് ലൈക്ക് അത്രയും പൂക്കൾ വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ് കുറച്ചും കൂടി പുറത്തുനിന്നുള്ള പൂക്കൾ, ജമന്തി, ചെണ്ടുമല്ലി അങ്ങനെയുള്ള പൂക്കളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. അതെ, അതെ, ഫുൾ. അതെ, പണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും, വളരെ ചെറിയ. അതൊരു കളറാണ്, ചിലപ്പോൾ ആ സെന്ററിൽ ഇടുന്ന ആ ഒരു കളർ ഇച്ചിരി ഉണ്ടാവുള്ളൂ അത്. പക്ഷെ അതൊക്കെ അങ്ങനെ ചെറിയ പൂക്കളൊക്കെ നുള്ളി വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും കുട്ടികളൊന്നും ഇല്ല. ഇപ്പൊ ഒക്കെ പുറത്തുനിന്ന് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കും. അതെ. ഇപ്പൊ ഞാനിപ്പോ ഇൻട്രോള് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ നമ്മൾ ഈ സിനിമയൊക്കെ ഓണസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം. 90s കിഡ്സ് എല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നവരാ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സെലിബ്രിറ്റീസ് എന്തൊക്കെയാണ് ഓണത്തിന് ഭക്ഷണം കഴിക്കുക, അവരുടെ ഡ്രസ്സ് എങ്ങനെയായിരിക്കും, ഭയങ്കര എക്സൈറ്റിംഗ്. പിന്നെ ഓണത്തിന്റെ സമയത്ത് മാത്രം വരുന്ന പരസ്യങ്ങൾ ഉണ്ടാവും. അതെ, അത് കണ്ടിരുന്നിട്ട് ആ ഡ്രസ്സ് കൊള്ളാല്ലേ, അവരുടെ ആ ഓർണമെന്റ്സ് നല്ലതാണല്ലേ, അല്ലെങ്കിൽ ഇപ്പം ജ്വല്ലേഴ്സിന്റെ പരസ്യം ഉണ്ടാവും, ഡ്രസ്സിന്റെ പരസ്യം ഉണ്ടാവും. പിന്നെ ഓണത്തിന് മാത്രം വരുന്ന അവരുടെ പരസ്യത്തിന്റെ പാട്ടുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കുറെ നേരം കണ്ടിരിക്കും. സിനിമകൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം പരസ്യം ഉണ്ടാവും. അതെ, ശരിക്കും സഹിച്ചു. അതെ, പിന്നെ 1 മണിക്ക് എന്താ വാർത്ത ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ആ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയം, വാർത്തയുടെ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയം. അങ്ങനെ അപ്പോൾ എന്താണ് അന്ന് അങ്ങനെയൊക്കെ കണ്ടിരുന്ന ഒരാള് സെലിബ്രിറ്റി ആയതിനു ശേഷം ഇപ്പൊ ഇതേപോലെ ഒരു ഓണം വരുന്നു, ഓണത്തിന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഒരു ചാനൽ വിളിക്കുന്നു, അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഇന്റർവ്യൂവും അതേപോലെ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്കും അങ്ങനെ ചെയ്യണം. എനിക്കെന്താ അറിയില്ല, അവരിടുന്ന ഡ്രസ്സിനോടാണോ എനിക്കറിയില്ല, അവരെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് കോപ്പി പേസ്റ്റ് ലൈക്ക് അത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മീൻസ് നമ്മളതിന് വേണ്ടി എങ്ങനെ എത്തും എന്നൊന്നും അറിയില്ല. ദെൻ അതിനു വേണ്ടി ട്രൈ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ എന്താ പറയുക ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം ഈ ഓണത്തിന് പണ്ടിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, സീരിയലൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ആ സമയത്തുണ്ടായിരുന്ന ആക്ട്രസസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അവരുടെ ഓണം സെറ്റുകളിലാണ് വീട്ടിൽ പോകാനുള്ള സമയം കിട്ടാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സെയിം തന്നെയാണ്. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെയാണ് ആ ഓണം, അല്ലെങ്കിൽ പല പല ഓണങ്ങളാണ്. അവിടെയും സദ്യ ആയിരിക്കും, പിന്നെ അടുത്തൊരു വർക്കിന് പോകുന്ന സമയത്ത് അവിടെയും സദ്യ ആയിരിക്കും, പിന്നെ ചിലപ്പോൾ ഫ്ലാറ്റിൽ വരുന്ന സമയത്ത് അവിടെയും സദ്യ ആയിരിക്കും, ജിമ്മിലുണ്ട്, ലൈക്ക് അങ്ങനെ ഓരോ സ്ഥലത്താണ് ഇപ്പോൾ ഓണം. വീട്ടിലേക്ക് പോകുന്ന ചിലപ്പം ആ ഒരു എന്താ പറയുക ഉത്രാടത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് പോകുന്നു, തിരുവോണത്തിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ച് വീണ്ടും എന്താണ് നമ്മൾ അതിലേക്ക് മടങ്ങി വരിക. പണ്ടൊരു 10 ദിവസം ഓണം എന്ന് പറഞ്ഞാൽ 10 ദിവസം അത്തം അങ്ങനെ പോയാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതെ, ശരിക്കും തിരുവോണത്തിലേക്ക് എത്തുന്നവരെ. അതായത് നമ്മൾ ആ ഉത്രാട സമയത്താണല്ലോ ഉത്രാടപ്പാച്ചില്, പിന്നെ അതേപോലെ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ആ ഒരു സമയത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഞാൻ കുറച്ചുകൂടി വലുതായ സമയത്ത് നമുക്ക് ആ ട്രെൻഡിങ് എപ്പോഴും ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഓണത്തിനൊരു സ്പെഷ്യൽ ഡ്രസ്സ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്, എനിക്കറിയില്ല. പണ്ടും നമുക്ക് അങ്ങനെ കിട്ടാനില്ലല്ലോ. അതെ, എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് അതിയായ അല്ലെങ്കിൽ നമുക്കത് വേണം തോന്നിയിട്ടുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നോക്കി ഓണത്തിന് കുറേ ഷോപ്പുകൾ മാറി കയറിയിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് ആ ഡ്രസ്സ് തന്നെ നമുക്ക് കിട്ടണം. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ ഒരു ഡ്രസ്സ് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ ഡിസൈനേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ബുട്ടീക്സ് ഉണ്ട്, നമുക്ക് പോയിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ അതേപോലെ ആ ഷോപ്പുകളൊക്കെ. ഇപ്പം അങ്ങനെ എനിക്ക് ഓണം ഒരു എന്താ പറയുക ഭയങ്കര ആ ഡ്രസ്സ് അന്നേരം കിട്ടുമ്പോൾ അത് ഭയങ്കര വലിയൊരു ഹാപ്പിനെസ് ആണ്. ഇപ്പോഴും ഹാപ്പിനെസ് ആണ്, പക്ഷെ നമ്മൾ ആ ഒരു അത്രയും ഒരു പ്ലഷർ നമുക്ക് കിട്ടുന്നില്ല പഴയതിന്റെ അത്ര. പഴയൊക്കെ ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ ഒരു സ്മെല്ല് ഉണ്ടാവും. അതെ, പുതിയൊരു മണം സ്മെല്ല് ഉണ്ടാവും. അതെ. അങ്ങനെ എപ്പോഴെങ്കിലും എടുത്തിട്ടുള്ള വല്ല ഓണക്കൊടിയെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അത്രയും ഭയങ്കര കൊതിച്ച് അമ്മയോടും അച്ഛനോടൊക്കെ വാശി പിടിച്ചിട്ടൊക്കെ എടുത്തുള്ള ഏതെങ്കിലും ഓണക്കോടിയെ കുറിച്ചിട്ട്? എനിക്ക് തോന്നുന്നു പണ്ട് കുട്ടിയും കോലും കളിക്കുക, അത് ഈ വെക്കേഷൻ ടൈമിലല്ല അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ടിൽ ഫുള്ള് ബ്ലാക്ക് കളറ്, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇത് ഒരു മാല പോലെ, അത് ആ ഉടുപ്പിൽ തന്നെ ഉള്ളതാ. ഇവിടെ ഫുൾ വെൽവെറ്റാ ഉള്ളത്. ദെൻ യെല്ലോ കളറാ, എനിക്കെന്തോ യെല്ലോ കളറാ താഴെ ഫുൾ ഒരു യെല്ലോ കളർ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ഒരു എനിക്ക് തോന്നുന്നു നെറ്റാണ്. പിന്നെ കുട്ടിയും കോലും കളിക്കുമ്പം ഈ കമ്പ് വന്നിട്ട് കൊണ്ട് കീറിപ്പോയി. മീൻസ് ആ ദിവസമാണ് അത് സംഭവിച്ചത്. എനിക്കിത് വീട്ടിൽ പ്രസന്റ് ചെയ്യാൻ പേടി. കാര്യം അത് എനിക്ക് തോന്നുന്നു അപ്പ വാങ്ങി തന്നാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കീറല, ഒരു സ്ക്വയർ ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ പകുതി ഇങ്ങനെ ഒരു കീറല്. അപ്പം ഞാനിത് കൊണ്ടിട്ട്
ഇത് ഇട്ടുകൊണ്ട് നടന്ന് എന്തായാലും കാണും. ഇത് ഫസ്റ്റ് ഡേ ആണല്ലോ, ഓണത്തിൻ്റെ അന്ന് ഇട്ട് തന്നതാ. അപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഞാനിത് എങ്ങനെയൊക്കെയോ ഊരി, സിബാണ് ബാക്കിൽ, സിബ് ഊരി ഞാൻ കൊണ്ടുപോയി കമത്തിയിട്ടു. ആരും കാണാതെ അങ്ങനെയാന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഇത്. അത് ഞാൻ അത് വളരെ ചെറുതായിരുന്നു. ഞാൻ 2-ലോ 3-ലോ സംതിങ് അപ്പോഴാണ് അത്. ആ ഒരു പ്രവൃത്തി മാത്രം ഞാൻ ഓർക്കുന്നുള്ളൂ. പൊക്കിയിട്ടുണ്ടാവും അത്. ഇപ്പൊ ഓണം ആണെങ്കിലും ഫെസ്റ്റിവൽസിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് ബിസിനസ് ആവുന്ന ഒരു ഫെസ്റ്റിവലും കൂടിയാണ്. അപ്പോൾ അതേ ഇൻഡസ്ട്രിയിലേക്കാണ് നയന വരും ചെയ്തത്. കാരണം ഒരു ഗോഡ് ഫാദർ ഒന്നുമില്ലാതെ പുറകുന്ന അപ്പുറത്തൊരു നമ്മളൊരു പഠനം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കൂടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു സ്പേസിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ സിനിമയിലേക്ക് എത്തിയ ഓരോ ഓണക്കാലം എങ്ങനെയായിരുന്നു ശരിക്കും? കാരണം എനിക്കിപ്പോൾ കുറച്ച് വർഷങ്ങളായി നയന വന്നിട്ട്. അതെ, എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ ഓണം സെലിബ്രേഷനോ സെറ്റിലായിട്ട് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഓണക്കാലത്ത് വല്ല സിനിമകൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. ലൈക്ക് അങ്ങനെയായിരുന്നു ഗുണ്ടജൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഓണം റിലേറ്റഡ് ആയിട്ട് ആ ഒരു സമയത്തൊന്നും അങ്ങനെ പടം റിലീസ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കൂടുതലും ഒരു മിഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പരസ്യങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത വർക്കുകളൊക്കെ ടി വിയിൽ അല്ലെങ്കിലും അങ്ങനെ ആ സമയത്ത് റിലീസാവുന്ന കാണുമ്പോൾ ആ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഒക്കെ ഭയങ്കര അത് കാണുമ്പോൾ ഞാനാണല്ലോ അങ്ങനെ തോന്നാറുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ ചെയ്തുള്ള വല്ല ഓണ പരസ്യങ്ങൾ അങ്ങനെ ഓർമ്മയുണ്ടോ? ഒരു ഹോം അപ്ലയൻസസിൻ്റെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസിൻ്റെ ആയിരുന്നു. അതിങ്ങനെ ടി വിയിൽ കണ്ട സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ. പക്ഷെ ഒത്തിരി പേരുള്ള മീൻസ് ഒരു ഫെസ്റ്റിവലാണല്ലോ പിന്നെ. അപ്പോൾ കുറേ ആൾക്കാരുള്ളപ്പം എനിക്ക് എന്താ പറയുക, ഫ്രണ്ടിലുണ്ടെങ്കിലും ഞാൻ ആരോടും പറയത്തില്ലായിരുന്നു. അത് ഞാനപ്പോൾ അങ്ങനെ പറയത്തില്ലായിരുന്നു. പക്ഷെ സിനിമയിലൊക്കെ വന്ന് എനിക്ക് കൂടുതലും ഇഷ്ടം സിനിമ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇഷ്ടം. അഭിനയിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ആവണം, നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വരും. അങ്ങനെയൊക്കെ ലൈക്ക് വന്നു പോകുന്ന ഒരാളല്ലാതെ നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ ചെറിയ പോർഷൻ ആണെങ്കിലും നല്ലൊരു ആ ഒരു ഡെപ്ത് ഉള്ള, അതെ അതെ വളരെ ചെറിയൊരു സീനാണ്, പക്ഷെ അതിനകത്ത് ആ ഒരു ക്യാരക്ടറിനോട് ഡെപ്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ക്രൂഷ്യലായുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓണത്തിലേക്ക് തന്നെ വരുവാണെങ്കിൽ, ഓണത്തിലെ കുഞ്ഞുനാളില് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. നയന വണ്ടിയിൽ സൈക്കിൾ അനിയത്തിനെ വീഴ്ത്തിയിട്ടൊരു കഥ. അത് പ്രേക്ഷകർക്ക് കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഈ പറയുന്ന പോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പൂക്കൾ പറിക്കാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന സമയമൊക്കെയാണ്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പുറകോട്ടേക്ക് പോയി കഴിയും. ഇപ്പം അവിടേക്ക് ഒരുപാട് മാറിയിട്ടോ. അപ്പോൾ പണ്ട് പാലുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുള്ള് തോടുകളും അതേപോലെ തന്നെ ചെറിയ മീൻസ് സ്ക്വയർ ഷേപ്പിലുള്ള കനാൽ എന്ന് പറയാൻ പറ്റില്ല, വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് 2 പാലങ്ങൾ ഉണ്ട്. ഒരു പാലം കഴിഞ്ഞ് പിന്നെ ആ വഴി, പിന്നെ ഒരു പാലം, പിന്നെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സൈക്കിൾ ഓട്ടിയിരിക്കും വരുന്ന ഓരോ പാലത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കും. കാരണം ഇങ്ങനെ അങ്ങ് പോകാലോ അങ്ങനെ. അപ്പോൾ കയറ്റി വെച്ചപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ കുറേ തേങ്ങകൾ കിടക്കും. തേങ്ങയല്ല, കരിക്ക് എന്തോ സംതിങ് എന്തോ കിടക്കുക. അപ്പം അനിയത്തി പറഞ്ഞു, എടി ഇതൊന്ന് കരിക്കാമോ? ലൈക്ക് ചെറുപ്പത്തിലാണ്, വളരെ ചെറുപ്പത്തിലാണ്. ഒരു എനിക്ക് തോന്നുന്നു 4-ലോ 3-ലോ അത്രയ്ക്കുള്ളൂ, അത്രയും ചെറുപ്പത്തിലാണ്. അപ്പം പൂക്കളൊക്കെ ഇതിലേക്ക് വെച്ച് പുറകിൽ സൈക്കിളിൽ തേങ്ങ എടുത്തു. തേങ്ങയാണോ വെള്ളക്കാണോ? വെള്ളക്കാണ് ഇപ്പം മനസ്സിലാക്കുന്നതുകൊണ്ട് അത് വെള്ളക്കാണ്. മീൻസ് അന്ന് തേങ്ങയല്ല, ഇളനീർ, ചെറിയ ഇളനീർ ചെന്തെങ്ങിൻ്റെ. അപ്പോൾ അതും ഈ പൂ പറിക്കാൻ കൊണ്ടുപോയി അതിനകത്ത് ഇങ്ങനെ കെട്ടിയിട്ട് അനിയത്തി ഉണ്ടോ, അനിയത്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സൈക്കിൾ ഇങ്ങനെ ചവിട്ടി വരിക. അപ്പം മഴ ഉണ്ടാവുമല്ലോ, അപ്പം 2 സൈഡിലും വെള്ളം കെട്ടിക്കുക. നേരെ ഇങ്ങനെ ഊന്ന് പറഞ്ഞു നേരെ പോയി വീണ കണ്ടത്തിലേക്കാ. അത് അനിയത്തി ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ടെന്ന്. അപ്പൊ അയാള് നടുക്ക് കൂടെ വരുന്നത്. പുള്ളി നടുക്ക് കൂടിയാ വരണേ. അപ്പൊ എന്തായാലും ഇവിടുന്ന് പോവുകയും ചെയ്തു. ബ്രേക്കും കിട്ടിയില്ല. പക്ഷെ സൈക്കിള് പഠിച്ചു വരുന്ന സമയമല്ല. അപ്പൊ നമ്മള് ചവിട്ടാനുള്ള സുഖത്തിനാണ് ഈ പാലത്തിന്റെ മേളിൽ കയറ്റി വെക്കുന്നത്. നേരെ അങ്ങോട്ട് പോയി
അപ്പൊ ഇയാളെ കണ്ടപ്പോ എന്താ ചെയ്യണമെന്ന് വെള്ളത്തിലേക്ക് ഇറക്കണ്ടല്ലോ, ആളെ ഇടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നേരെ വീണു കണ്ടത്തില്. അതൊരു ഒരു വേദനിക്കുന്ന ഓർമ്മയായിരുന്നു. അന്ന് എന്റെ ചെരുപ്പൊക്കെ പൊട്ടി. അന്ന് എന്നെ അമ്മ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂക്കളും പോയിട്ടുണ്ടാവും. പൂക്കള് തേങ്ങയൊക്കെ തോന്നണു ഫുള്ള് വെള്ളത്തിലായിരുന്നു. കിട്ടിയതൊക്കെ പെറുക്കി വീട്ടിൽ ചെന്നു. ഇപ്പൊ ഇതാണ് ഈ സിനിമയിലൊക്കെ എത്തിയതിനു ശേഷമല്ലേ ഏതെങ്കിലും ഇപ്പൊ ഒരു മെമ്മറബിൾ ഓണത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പറയാ? കൊറോണ കാര്യം കൊച്ചിയിലായിരുന്നു. കാര്യം ആ സമയത്ത് ഗുണ്ടജയൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നവംബർ സംതിങ് ആയിരുന്നു. അപ്പം ആ സമയത്ത് അപ്പം അത് ആ ഒരു പീരീഡിലായിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഗുണ്ടജയൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് റിലീസിനെന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന്, അതായത് ഇത്രയും ഒരു ഗ്യാപ്പ് വരുമെന്നുള്ള കാര്യം ശരിക്കും വിചാരിക്കുന്നില്ല. അപ്പം കൊറോണ എന്ന് പറയുമ്പോൾ എന്താ ഈ സാധനം, നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇതില്ലല്ലോ. എന്താ ഇപ്പം ഇത് വരണേ, പെട്ടെന്നൊരു ദിവസം അറിയാം ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗണോ, എന്താ ലോക്ക്ഡൗൺ, 2 ദിവസം കഴിഞ്ഞാൽ മാറുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഓണം അവിടെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോകാത്തൊരു ഓണം അതാണോ? വീട്ടിലല്ലാതെ വീട്ടില് അവിടുന്ന് തുടങ്ങുവാണ് വീട്ടിലേക്ക് പോകാത്തുള്ള ഓണം. അവിടുന്ന് തുടങ്ങുവാണ് വീട്ടിലേക്ക് പോകാത്ത ഓണം. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറും ഇവിടെ കൊച്ചി തന്നെയായിരുന്നു. ആ സമയത്ത് ഈ ഓണത്തിന് മെയിൻ സദ്യയാണ്. അതെ, പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനും എൻ്റെ മറ്റു റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്തു. കുക്ക് ചെയ്തു. ഞങ്ങൾ തന്നെ സദ്യ ഉണ്ടാക്കി ഫ്ലാറ്റിൽ ഞങ്ങൾ തന്നെ കഴിച്ചു. അന്ന് പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുക്കിംഗ് നിർബന്ധമില്ല. പിന്നെ ഞങ്ങൾ റൂമിൽ തന്നെ കുക്ക് ചെയ്തു, വാഴയിലേക്ക് അടുത്തുനിന്നൊക്കെ സെറ്റ് ചെയ്തു, ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. അതായിരുന്നു ഓണം. അത് ഭയങ്കര അതെ, അത് പക്ഷെ ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യം. നമുക്ക് എവിടെയും പോവാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരും ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അല്ല, അപ്പോ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് പായസങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത്? സദ്യ കഴിച്ചിട്ട് എല്ലാം ഇഷ്ടമാണ്. മത്തടിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടൽ ഉണ്ടല്ലോ, വെജ് ഹോട്ടലിലൊക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്തിട്ട് പോയി കഴിച്ചിട്ട് എങ്ങനെയൊക്കെയോ റൂമിൽ വരുന്നു, കിടക്കുന്നു. പക്ഷെ സദ്യ എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലാണ്. ബിരിയാണിയൊക്കെ പണ്ട് ബിരിയാണി കിട്ടാന്ന് പറഞ്ഞാൽ ബിരിയാണി ഒന്നും നമ്മൾക്ക് അങ്ങനെ ഇപ്പൊ കല്യാണം അവൈലബിൾ അല്ലല്ലോ. പണ്ട് ബിരിയാണി കിട്ടാന്ന് പറഞ്ഞാലും ഒരു ഇതാണ്. പക്ഷെ സദ്യ എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വാഴയില എന്തോ വലിയ സാധനമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ അതേപോലെ അടപ്പായസം, അതിന് ഞാൻ ചെവിപ്പായസം എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ലൈക്ക് ഈ ഒരു ടെക്സ്ചർ, അതിന്റെ ഒരു ടെക്സ്ചർ അപ്പം അല്ലേ, ആ ഒരു ടെക്സ്ചർ അല്ലേ. അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കും ചെവിപ്പായസാണോ, അമ്മയോട് ചോദിക്കും ചെവിപ്പായസാണോ എന്ന്. അല്ല, പക്ഷെ എനിക്കത് ഇഷ്ടല്ല. അല്ല, സേമിയ പായസത്തിന് സേമിയ പായസം തന്നെ. പക്ഷെ ചെവി പായസം എന്ന് വെച്ചാൽ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ചെവിയുടെ കളറും ലൈക്ക് ആ പായസത്തിന് അതേപോലെ കളറല്ലേ, കളറും ടെക്സ്ചറും ഒക്കെ ഏകദേശം അതേപോലെ തന്നെ. എനിക്ക് ഇഷ്ടമല്ല ശർക്കര പായസം. അപ്പൊ ഇങ്ങനെ ചോദിക്കും ചെവി പായസാണോ, വെള്ളപ്പായസം ഇഷ്ടം, ചെവി പായസമാണ് എനിക്ക് വേണ്ട അങ്ങനെ പറയും. ചെവി പായസമാണ് എനിക്ക് വേണ്ട. പിന്നെ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതേപോലെ തന്നെ അടപ്പായസം ഉണ്ടാവും, അതേപോലെ തന്നെ സേമിയ പായസം ഉണ്ടാവും. അപ്പം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. സേമിയ പായസം അതിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ഞാൻ അടപ്പായസം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം ഇഷ്ടം. എനിക്കിടയിൽ ഭയങ്കര ഡാർക്ക് തോന്നും, മധുരവും ഒക്കെ കൂടെ. പക്ഷെ പപ്പടവും പഴവും പിന്നെ കുറച്ച് ഇല്ല ബോളിയില്ല. പിന്നെ കുറച്ച് ഇപ്പോഴാണ് മറ്റേ ഈ പറയുന്ന മത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടി സൈഡിൽ കുറച്ച് അച്ചാറൊക്കെ ചെയ്ത് അത് ടച്ചിങ്. പണ്ട് നാരങ്ങാച്ചാർ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോഴാണ് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ ഇപ്പൊ കുറെ ടേസ്റ്റ് ഒക്കെ എനിക്ക് ഇപ്പൊ ശരിക്കും സദ്യയുടെ കാര്യം പറഞ്ഞാൽ വയലുള്ള വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി ഫുഡ് ഞാൻ എല്ലാ സാധനങ്ങളും കഴിക്കാൻ തുടങ്ങിയത്. പണ്ട് എനിക്ക് സെലക്റ്റീവ് ആയിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ നാരങ്ങാച്ചാറൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ഓലൻ ഉണ്ടല്ലോ വൈറ്റ്, അതിന് ഞാൻ അമ്മൂമ്മക്കറി എന്നാ പറയാ. അതെനിക്കറിയില്ല. അല്ല അതിന് ആ കറി അല്ല, അതിന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിനെ അമ്മൂമ്മക്കറി എന്നാ പറയാ. മീൻസ് അത് വെളുത്തിട്ട് പയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതെനിക്ക് ഓർമ്മയില്ല, അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനെ അമ്മൂമ്മക്കറി എന്നാ പറയാ അങ്ങനെ. പക്ഷെ ഇപ്പൊ അതൊക്കെ കഴിക്കാൻ തുടങ്ങി. നേരത്തെ അതൊന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. സോറി. പിന്നെ അതേപോലെ ഇപ്പൊ നായന പണ്ട് ഓണക്കോടിയൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ടായിരുന്ന ആളായിരിക്കുമല്ലോ. ഡ്രസ്സ് ഭയങ്കരം, ഡ്രസ്സ് അമ്മ ഇപ്പോഴും ശരിക്കും വഴക്ക് പറയുന്നത് തുടങ്ങി
എന്ത് കിട്ടിയാലും അപ്പൊ തന്നെ ഡ്രസ്സ് ചെരുപ്പ്. എൻ്റെ കയ്യിൽ ശരിക്കും ഈ ഓണത്തിനും അതേപോലെ വിഷുവിനൊക്കെ നമുക്ക് കൈനീട്ടം അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമുക്ക് പൈസ തരുമല്ലോ. അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അതും കൊണ്ട് ഓടും. എന്തെങ്കിലും എനിക്കപ്പോ വേണം. ഡ്രസ്സല്ല, കമ്മല്, മാല, എനിക്ക് അതൊക്കെ ഭയങ്കര ക്രേസാ, പണ്ട് മുതലേ ക്രേസാ. മോഡലിംഗിലേക്കുള്ള തുടക്കം ചിലപ്പോൾ അവിടുന്ന് ആയിരിക്കും അല്ലേ ശരിക്കും അങ്ങനെ ക്രേസ്? എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഹീൽസ് ഉള്ള ചപ്പലൊക്കെ പണ്ടതൊക്കെ കിട്ടാൻ ഭയങ്കര ഇതാണല്ലോ. അപ്പൊ എനിക്ക് ഹീൽസ് ഉള്ള ചപ്പൽസ്, അതേപോലെ തന്നെ കമ്മലുകള്, സ്പ്രേ, ഇതൊക്കെ എനിക്ക് ഉണ്ട്. ചെറുപ്പകാലം തൊട്ട് എനിക്കുണ്ട്. എനിക്ക് എവിടെ നിന്നാന്ന് അറിയില്ല, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. എനിക്ക് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ക്യൂടെക്സ് ഒക്കെ പല കളറിലുള്ളത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് കാലിയായി കഴിഞ്ഞാൽ കുപ്പിയൊന്നും കളയില്ല. ഇപ്പോഴും ഫ്ലാറ്റിലുണ്ട് കുറേ സാധനങ്ങൾ, ഇതൊന്നും ഞാൻ കളയില്ല. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാലി കുപ്പിയൊക്കെ അടുക്കി വെക്കും. പഠിക്കാൻ വെച്ചിരിക്കുന്ന ടേബിളിലൊക്കെ ഇങ്ങനെ, അതൊക്കെ കണ്ടാലേ എനിക്ക് പഠിത്തം. അപ്പം ഞാൻ ചിലപ്പോൾ പോയിട്ട് വരാം, മമ്മി ഇതൊക്കെ എടുത്ത് കളയാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെവിടെ ഒക്കെ ചോദിക്കും. അതുകൊണ്ട് ആരും എൻ്റെ സാധനങ്ങളൊന്നും, പണ്ട് മുതലേ ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പം സിനിമയിലൊക്കെ വന്നപ്പോൾ പിന്നെ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കാശൊക്കെ ഒരുപാടായപ്പോൾ എങ്ങനെ വീട്ടുകാർക്കൊക്കെ ഓണക്കോടിയും ഓണം ചെലവുകളൊക്കെ എങ്ങനെയാണ്, അതിനെയാണോ നോക്കുന്നത്? ഇല്ല, അവർക്കുള്ളതൊക്കെ അവരെടുക്കട്ടെ, എനിക്ക് തന്നെ തികയുന്നില്ല. ഒരു ദിവസം ജീവിച്ചപ്പോൾ അതെ, ചില സമയത്തൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. ഇപ്പം ഓണം എന്ന് പറയാൻ അങ്ങനെ ഒരു അല്ലാത്ത സമയത്തൊക്കെ ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ വരണമെങ്കിൽ എനിക്കൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ ഇപ്പം ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്ത് കൊടുക്കും അങ്ങനെയൊന്നുമില്ല. ഓണത്തിന് എടുത്ത് കൊടുക്കാറുണ്ട്, പക്ഷെ അല്ലാത്ത സമയത്ത് എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നാനയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നയന പ്രസാദ് പാട്ട് പാടുന്നു, ഓണപ്പാട്ട് പാടുന്നു എന്നൊക്കെ കേട്ടല്ലോ. ഞാനും ബിന്ദും കൂടി രണ്ടുപേരും ഓണപ്പാട്ട് പാടും. ഒരുപാട് ആൾക്കാരെ മിമിക്രിയൊക്കെ ചെയ്യുന്ന ഒരാളല്ല, ആർട്ടിസ്റ്റ് അല്ലേ? ഇത് ബിന്ദു അത് പറയുന്നത് എന്താ പറയുക, ഞാനും ബിന്ദു വളരെ കാലങ്ങള് പഴക്കുണ്ട് തോന്നുന്നു ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ. അപ്പം ഞാനിങ്ങനെ ഓരോ ആൾക്കാരെ പറ്റി അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ബിന്ദു ഇങ്ങനെ ഇതിങ്ങനെ നോക്കിയിരിക്കും, ഞാനിങ്ങനെ കാണിക്കുന്നത്. എനിക്കിങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ എന്താ ആ ഒരു ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ ചില മാനറിസം അല്ലെങ്കിൽ അവരുടെ ചില ഗോഷ്ഠികൾ ചേഷ്ടകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട് അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യും. അതുകൊണ്ടാണ് ആള് പറയുന്നത്. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും മിമിക്രിയോ എന്തെങ്കിലും ചെയ്യാം. മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിലകം, അയ്യോ അതിനകത്ത് ഇപ്പൊ എന്താ, അതിലെ കുറെ ഡയലോഗ്സ് ഒക്കെ ഇല്ലേ? ഞാൻ ഇംഗ്ലീഷ് ആണോ? ഏതാ? ഞങ്ങൾ സിസ്റ്റേഴ്സാ. എനിക്കറിയത്തില്ല. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ മറന്നുപോയി. അതായത് ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേഗം തന്നെ ചെയ്യും. അങ്ങനെ ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സീരിയസ് ആയി തോന്നുന്നുണ്ട്. ഞാൻ ടീച്ചർ ആയതുകൊണ്ട് കുറച്ച് സീരിയസ് ആയി പിള്ളേരോടൊക്കെ. കുട്ടികളിപ്പോൾ ലാസ്റ്റ് എന്നോട് ഇങ്ങനെ പറയാം, ഇതിപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്റ്റുഡൻസ് എന്താ വിചാരിക്കുന്നത് എനിക്കറിയാം, മേഡത്തിന് ഞങ്ങളൊന്ന് സ്നേഹിച്ചൂടെ? അവിടുത്തെ വലിയ സെലിബ്രിറ്റി ടീച്ചറാണല്ലോ അല്ലേ? അവിടെ എങ്ങനെ കുട്ടികളുടെ സ്വീറ്റ് ടീച്ചറാണോ ടഫ് ടീച്ചറാണോ? ഞാൻ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള, ഭയങ്കര ദേഷ്യക്കാരത്തി ആയിട്ടുള്ള, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എന്താ പറയാ, കുട്ടികളെയൊക്കെ ഇങ്ങനെ, എനിക്കറിയില്ല പിള്ളേർ അങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാൻ കുട്ടികളെ എന്നെ കാണിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം, പിള്ളേരുടെ വിചാരം. പക്ഷെ ഭയങ്കര ഫണ്ണാണ്. നമ്മൾ ഓണമാണല്ലോ, ഓണം പാട്ട് പാടാൻ എന്തായാലും തീരുമാനമില്ല. ബിന്ദു എൻ്റെ കൂടെ പാടുവാണെങ്കിൽ 2 വരി പാടും. ഏത് പാട്ടാ? ഏതെങ്കിലും ഓണപ്പാട്ട് ഏതാ? ഓണപ്പൂവേ പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ മനോഹര തീരം എനിക്കത്ര അറിയുള്ളൂ, എനിക്കത്ര അറിയില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് പോലും പാടിത്തന്നു പ്രസാദ്. പാടിയില്ല എന്ന് പറയാൻ വരുവാന്ന് വിചാരിച്ചു. പാടിത്തരൊക്കെ. അപ്പൊ ഇനി നമുക്ക് ഓണത്തിന്റെ വേറെ എന്തെങ്കിലും മെമ്മറീസ് എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടോ? ഓണം എന്ന് പറഞ്ഞാൽ എല്ലാം ചൈൽഡ്ഹുഡിലാണുള്ളത്. ഇപ്പൊ ഏറ്റവും മിസ് ചെയ്യുന്നത് ശരിക്കും അത് തന്നെയാണോ? എനിക്ക് പണ്ട് ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താ അറിയോ, ഓണത്തിനൊക്കെ നമ്മള് ഓപ്പണായിട്ട് പറയല്ലോ, റൊട്ടികടി, മിഠായി, ഇങ്ങനെ കുറെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പം റൊട്ടികടി
കാലഘട്ടം ഇച്ചിരി കൂടെ മുന്നോട്ട് കുറച്ചുകൂടി ഒരു നൂലിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് എന്താ പറയാ ബിസ്ക്കറ്റ് കടി ഞങ്ങൾ ബിസ്ക്കറ്റ് കടി അത് പ്രോഡക്റ്റ് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്ഡേറ്റഡ് വേർഷൻ ആണെന്നാ പറയുന്നത് ബിസ്ക്കറ്റ്. പറയും ഓക്കെ, ബിസ്ക്കറ്റ് കടി, ദെൻ മിഠായി വർക്കല്, അത് അപ്ഡേഷൻ ഉണ്ടോ? ക്യാൻഡി. പിന്നെ ശരിക്കും എന്താ ശരി ഈ കോമ്പറ്റീഷൻ ഒക്കെ പണ്ട് ഇതിനൊക്കെ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ ഈ പരിപാടിയൊക്കെ ഒന്നും പങ്കെടുക്കാനായിട്ട് പറ്റാ. ഗസ്റ്റ് ആയിട്ട് വിളിക്കാറുണ്ടോ? ലാസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെച്ചുവേർഡ്, നമ്മൾ കുറച്ചും കൂടി വലുതായി, നാട്ടിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് വലുതായിട്ട് ഇല്ല. അല്ല, അത് നമുക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അതെ അതെ. പക്ഷെ ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ കോളേജിലും നമ്മുടെ കോളേജിലൊക്കെ നടക്കുമ്പോഴൊക്കെ ഇതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു നമ്മൾ ആ ഒരു ചൈൽഡ് എന്നുള്ള ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് ഇപ്പം. പക്ഷെ ആ ഒരു പുറത്തുള്ള ആ ചൈൽഡ് ഇല്ല. അതുകൊണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എപ്പോഴും മെമ്മറീസ്. അല്ല, ഈ വർഷം എന്തായാലും വൈക്കത്ത് എവിടെയായിരുന്നു? വൈക്കം തന്നെ. വൈകത്ത് നയനയുടെ വീടിനടുത്ത് പരിപാടി നടത്തുന്ന ചേട്ടന്മാർ നയനെ മിഠായി പെറുക്കാനും ബിസ്ക്കറ്റ് അടിക്കാനൊക്കെ വിളിക്കേണ്ടതാണ്. എന്തായാലും വൈക്കം എന്ന് പറയുമ്പോഴേ, വൈക്കത്ത് ഏതൊരു അമ്പലത്തിൽ ഞാൻ എൻ്റെ ഒരു സിനിമ തന്നെയുള്ള ഒരാളെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഇങ്ങനെ ഒരു കൊല്ലം ഓണത്തിന് ഇവിടെ കുടുങ്ങി പുള്ളി. സിനിമയുടെ ഡേറ്റ് ആണെന്നുകൊണ്ട് വീട്ടിലേക്കും പോകാൻ പറ്റിയില്ല. പക്ഷെ ആ ദിവസം ഷൂട്ടും ഉണ്ടായില്ല തിരുവോണത്തിൻ്റെ അന്ന്. അപ്പൊ പുള്ളിയാണെങ്കിൽ അടുത്തുള്ള ഹോട്ടലിലൊക്കെ വിളിച്ചിട്ട് ഫുഡ് ചോദിച്ചു നോക്കുമ്പോൾ എവിടെ ഫുഡില്ല, ഓൾറെഡി ബുക്ക്ഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും, തിരുവോണം സദ്യ അങ്ങനെയൊക്കെ ഭയങ്കര വലിയ ഇമോഷണൽ ആളാണ്. എന്നിട്ട് പുള്ളിയാണെങ്കിൽ അടുത്തുള്ള നോക്കിയപ്പോ ഇങ്ങനെ വൈക്കത്ത് ഇതേപോലെ ഒരു അമ്പലം, എത്ര 365 ദിവസവും അവിടെ പോയിട്ട് കഴിച്ചെന്ന് അവിടെ ഉണ്ടാവും. അല്ലാലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. വീട്ടിലേക്ക് വരണം, നീ അങ്ങോട്ട് പോയിക്കോ. അപ്പൊ ഞങ്ങളുടെ നാനയുടെ ഒരു ആദ്യത്തെ ഒരു ഓണാഘോഷത്തില് നായന പങ്കാളിയായതില് സന്തോഷമുണ്ട്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിന്. അപ്പോൾ എല്ലാവിധ ഓണം പറയുമ്പോൾ നമ്മൾ ഇനി ഒരു വർഷമായിട്ട് കൂട്ടാം. അപ്പൊ ഈ ഒരു വർഷം കംപ്ലീറ്റ് നല്ല ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. പാഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് അറിയാം. അതെല്ലാം പാരലി എല്ലാം ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പ്രത്യേകമായി പറയാനുള്ളത്, ബിന്ദു പറഞ്ഞ പോലെ റൊട്ടി കടിയും മിഠായി വർക്കലൊന്നും എന്നെ വിളിക്കരുത്. വിളിച്ചു കുഴപ്പമില്ല. പക്ഷെ എന്നാലും വളരെയധികം സന്തോഷം. നാനയുടെ കൂടെ ഈ വർഷത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം നാനയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബിന്ദുവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ.